CPM വിട്ടു പോകുന്നവർക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് CPM വിട്ട് BJPയിൽ ചേർന്ന CPMന്റെ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരായ സമ്മേളന ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. മംഗലാപുരം പോലീസ് മധു മുല്ലശ്ശേരിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ വഞ്ചനാ കുറ്റം നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മധു മുല്ലശ്ശേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ഇതോടെ മധു മുല്ലശ്ശേരി ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മധു മുല്ലശ്ശേരിക്കെതിരെ ഗുരുതരമായ ചില സാമ്പത്തിക തിരിമറി ആരോപണങ്ങളാണ് CPM നേതൃത്വം ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്മേളന ഫണ്ട് വെട്ടിപ്പ് തന്നെയാണ്. സമ്മേളനത്തിനിടെ മൂന്നാമതൊരു വട്ടം കൂടി തന്നെ ഏരിയ സെക്രട്ടറി ആക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മധു മുല്ലശ്ശേരി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്ക്കെതിരെ ഉൾപ്പെടെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM വിടുകയും ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് BJPയിൽ ചേക്കേറുകയും ചെയ്തത്. ആ മധു മുല്ലശ്ശേരിക്ക് CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ സമ്മേളനത്തിന്റെ ഭാഗമായി മംഗലാപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 129 ബ്രാഞ്ചുകളിൽ നിന്നായി 2500 രൂപ പിരിച്ചെടുത്തുവെന്നും, അതായത് മൊത്തം 3,22,500 രൂപ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും മാത്രം മധു മുല്ലശ്ശേരി പിരിച്ചെടുത്തുവെന്നും ആ തുക പുതിയ ഏരിയ സെക്രട്ടറിക്കോ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾക്കോ കൈമാറാതെയാണ് മധു മുല്ലശ്ശേരി BJPയിലേക്ക് കൂടണഞ്ഞത് എന്നുമാണ് CPMന്റെ ആരോപണം. ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നുള്ള പിരിവിന് പുറമെ മംഗലാപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ചില പണക്കാരായ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ മധു മുല്ലശ്ശേരി പണം പിരിച്ചു എന്നാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. CPM 2 പരാതികളാണ് ഇത് സംബന്ധിച്ച് നൽകിയത്. ആദ്യത്തെ പരാതി പുതിയ ഏരിയ സെക്രട്ടറിയായ ജലീൽ നൽകിയ പരാതിയാണ്. ആ പരാതിയുടെ കാതൽ ഇത്തവണ പോത്തൻകോട് എന്ന സ്ഥലത്ത് വെച്ചാണ് CPMന്റെ മംഗലപുരം ഏരിയ സമ്മേളനം നടക്കുന്നത്. അതിന്റെ ചുമതല സ്വാഭാവികമായും ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിക്കായിരുന്നു. എന്നാൽ മധു മുല്ലശ്ശേരി ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ സ്വന്തമാക്കി വയ്ക്കുകയും എന്നാൽ കരാറുകാർക്ക് സൗണ്ട്സും വേദിയും ഒക്കെ ഒരുക്കിയ കരാറുകാർക്ക് 1 രൂപ പേയ്മെന്റ് നടത്താതെ രക്ഷപ്പെടുകയുമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് CPMന്റെ പുതിയ മംഗലാപുരം ഏരിയ സെക്രട്ടറിയായ ജലീൽ ഈ പറയുന്ന മധു മുല്ലശ്ശേരിക്കെതിരെ ആറ്റിങ്ങൽ DYSPക്ക് ഒരു പരാതി നൽകുന്നത്. ഇതിന് പിന്നാലെ CPMന്റെ മംഗലാപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 10ഓളം ലോക്കൽ സെക്രട്ടറിമാരും മംഗലാപുരം പോലീസിൽ ഒരു പരാതി നൽകുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് മധു മുല്ലശ്ശേരിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും CPM പുറന്തള്ളുന്ന ഇത്തരം പുഴുക്കുത്തുകളെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി BJP മാറിയിരിക്കുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം CPMന്റെ സമ്മേളന ഫണ്ടുകൾ വെട്ടിച്ച് മറ്റും CPM വിട്ട് പുറത്തു പോകുന്ന ഇത്തരം പുഴുക്കുത്തുകളെ സ്വീകരിക്കാൻ മാത്രമായി വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ് BJP എന്ന പാർട്ടി എന്ന് തോന്നുന്ന നിലയിലാണ് അവരുടെ ഈ അടുത്തെ CPMൽ നിന്നും വിട്ടുപോയവരെ സ്വീകരിക്കുന്ന ഒരു രീതി. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ ബിപിൻ സി ബാബു എന്നൊരു മുൻ CPM നേതാവിനെ വലിയ കൊട്ടിഘോഷങ്ങളോടെ ശോഭാ സുരേന്ദ്രനെ അടക്കം കൊണ്ടുവന്ന് BJPയിലേക്ക് അവർ സ്വാഗതം ചെയ്തത്. ബിപിൻ സി ബാബുവിനെ CPM പുറത്താക്കുന്നത് ഗാർഹിക പീഡന പരാതി അടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ്. അത്തരത്തിൽ CPM പുറന്തള്ളുന്ന പുഴുക്കുത്തുകൾക്കുള്ള ആശ്രയമായി BJP മാറുന്നു എന്നതിന്റെ തെളിവ് തന്നെയായിരുന്നു മധു മുല്ലശ്ശേരിയുടെയും BJP പ്രവേശനം. മധു മുല്ലശ്ശേരി ഇപ്പോൾ BJPയുടെ സംസ്ഥാന സമിതി അംഗമാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തു തന്നെയായാലും സംസ്ഥാന സമിതി അംഗത്തിന് ഇനി കുറച്ചു കാലം ജയിലിൽ വിശ്രമിക്കാം എന്നതാണ് നില. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്.